US-ഇസ്രായേൽ സൈനിക നടപടി, സമാധാനത്തിനായി ഒമാന്റെ ആഹ്വാനം, ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഒമാൻ. വിമാന സർവീസുകൾക്ക് തടസ്സം, യാത്രക്കാർ എയർലൈൻസുകളുമായി ബന്ധപ്പെടണം. അഭ്യൂഹങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കരുതെന്ന് അധികൃതർ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ നടത്തിയ സൈനിക നീക്കത്തിൽ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയ ഒമാൻ. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഈ നീക്കം വലിയ തിരിച്ചടിയാകുമെന്ന് ഒമാൻ സുൽത്താനേറ്റ് മുന്നറിയിപ്പ് നൽകുന്നു. വർഷങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളിൽ നിർണായക മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമാണ് ഒമാൻ. എന്നാൽ ഇപ്പോഴുണ്ടായ സൈനിക നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഒമാൻ വിലയിരുത്തുന്നു. എല്ലാ കക്ഷികളും ഉടൻ സൈനിക നടപടി നിർത്തിവെക്കുകയും പരമാവധി സംയമനം പാലിക്കുകയും ചെയ്യണമെന്ന് ഒമാൻ ആവശ്യപ്പെട്ടു. സംഘർഷം കൂടുതൽ വഷളാകുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്നും വ്യക്തമാക്കി. ഇറാനിനെതിരെ ഇസ്രായേലും അമേരിക്കയും നടത്തിയ സംയുക്ത സൈനിക നീക്കത്തെയും പ്രത്യാക്രമണം എന്ന നിലയിൽ ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ഇടപെടലിനെയും കരുതലോടെ നിരീക്ഷിച്ചു വരികയാണ് ഒമാൻ. വെടിനിർത്തൽ നടപ്പാക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ഒമാൻ ആവശ്യപ്പെട്ടു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദി ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ഇത് നിങ്ങളുടെ യുദ്ധമല്ല എന്നാണ് ബുസൈദി എക്സിലൂടെ പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനീവയിലും വാഷിംഗ്ടണിലും ബുസൈദിയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന വിലയിരുത്തലിലായിരുന്നു. അതിനിടെയാണ് ഇറാനെ ലക്ഷ്യമിട്ട് ശനിയാഴ്ച രാവിലെ അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണം ഉണ്ടാകുന്നത്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷ സാഹചര്യങ്ങളെ തുടർന്ന് ഒമാനിൽ നിന്നടക്കം നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. വ്യോമപാതകൾ അടച്ചിട്ട സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് യാത്ര തിരിക്കുന്നവർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് തങ്ങളുടെ എയർലൈൻസുകളുമായി ബന്ധപ്പെടണമെന്ന് ഒമാൻ എയർപോർട്ട് അറിയിച്ചു. സർവീസുകൾ വൈകാനോ സമയത്തിൽ മാറ്റം വരാനോ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് സർവീസ് നില പരിശോധിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ബഗ്ദാദിലേക്കും ബഗ്ദാദിൽ നിന്നുമുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. സലാം എയർ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ 24 മണിക്കൂർ നേരത്തേക്ക് റദ്ദാക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിനാൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമാണിതെന്നും മസീറ ദ്വീപിലേക്കുള്ള സലാം എയർ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെന്നും സലാം എയർ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നും ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ പ്രധാന വിമാന കമ്പനികൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളാണ് നിലവിൽ നിർത്തിവെച്ചിരിക്കുന്നത്. UAE, ബഹ്റൈൻ, സൗദിയുടെ ചില ഭാഗങ്ങൾ, ഇറാഖ്, ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നത്. എയർ ഫ്രാൻസ്, വിസ് എയർ, ലുഫ്താൻസ, പൊലിറ്റ്സ് എയർലൈൻ തുടങ്ങിയ വിമാന കമ്പനികളെല്ലാം സർവീസ് റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു. മേഖലയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അഭ്യൂഹങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഒമാൻ സർക്കാർ. വാർത്തകൾ ഔദ്യോഗികവും വിശ്വസനീയവുമായ സ്രോതസ്സുകളിൽ നിന്നും മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂവെന്നും ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ സംഭവ വികാസങ്ങൾ കണക്കിലെടുത്ത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണം. പുതിയ വിവരങ്ങൾക്ക് വിശ്വസനീയമായ ഔദ്യോഗിക ചാനലുകളെ ആശ്രയിക്കണമെന്നും സമാധാനത്തെയും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും മുൻഗണന നൽകുന്ന ഒമാന്റെ നിലപാടിനൊപ്പമല്ലാത്ത ചർച്ചകളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. ഗൾഫ് മേഖലയിലെ സംഘർഷ സാഹചര്യത്തിൽ ഒമാനിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ എംബസി. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ജാഗ്രതയോടെ കഴിയണമെന്നും എംബസി അറിയിച്ചു. ഒമാൻ സർക്കാരും ഇന്ത്യൻ എംബസിയും പുറപ്പെടുവിക്കുന്ന അറിയിപ്പുകളും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും ശ്രദ്ധിക്കണം. സംശയങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന വിലാസത്തിൽ മെയിൽ അയക്കുകയോ വാട്സ്ആപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറായ 9689828270 ടോൾ ഫ്രീ നമ്പറായ 80071234 ബന്ധപ്പെടുകയോ ചെയ്യാം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.